ഓക്കെ, നമ്മൾ ഇന്ന് തേർഡ് ചാപ്റ്ററിൻ്റെ ആർബൈറ്റ്സ് ബുക്ക് സോൾവ് ചെയ്യാണ്. ഇൻ ദറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മൻ എന്നൊരു പ്ലേസിൽ ഒരു 4 സ്ഥലങ്ങൾ, ആ 4 സ്ഥലങ്ങളിലെ കുറച്ച് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പോട്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർ കൊടുത്തേക്കാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, നമ്മളിത് ഫില്ല് ചെയ്യണം ഈ ബോക്സിൽ കൊടുത്തേക്കുന്ന വേർഡ്സ് യൂസ് ചെയ്ത്. ബ്രഹ്മൻ, ബ്രഹ്മൻ ഇസ് എ നെയിം ഓഫ് എ പ്ലേസ്. എർഗേൻസൻസി ദിവ്യോർട്ടർ. ഓക്കെ, ആദ്യത്തെ വാക്ക് ഫ്ലുസ്. ഫ്ലുസ് എന്ന് വെച്ചാൽ റിവർ. ഗെഷേഫ്റ്റെ ഷോപ്സ്. ഹാഫൻ പോർട്ട്. യാരെ ഇയർ. മെൻഷൻ പീപ്പിൾ. റാറ്റ് ഹൗസ് ടൗൺ ഹാൾ. ടൗൺ ഹാൾ, റാറ്റ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോയ്ച്ച്ലാൻഡിലുള്ള ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. വിച്ച് ഇസ് അവിടെയാണ് നമ്മുടെ വോട്ടിംഗ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ്, വിസ പ്രോസസ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നൊരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ് ടൗൺ ഹാൾ, റാറ്റ് ഹൗസ്. ഷിഫെ ഷിപ്പ്, ഷിപ്സ്. സ്റ്റേറ്റ് സിറ്റീസ്, പ്ലൂറലാണ് ഇതെല്ലാം. ഷിഫെ, സ്റ്റേറ്റ്, ട്രോയ്, ട്യൂർമെ. ടവർ, ഈ മേൾ ഭാഗം ടവർ. സ്യൂഗെ ട്രെയിൻസ്. ഓക്കെ, ആദ്യത്തെ പിക്ചർ എസ്കിപ്സ് വൈ ഹെയ്ഫൻ. ഹെയ്ഫൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പോർട്സ്. പോർട്ടല്ല, പോർട്സ് ആണ്. ഓക്കെ, പോർട്സ്. ഇൻ ബ്രഹ്മൻ, ബ്രഹ്മനിൽ 2 പോർട്ടുകളുണ്ട്. ഉണ്ട് ഇൻ ബ്രഹ്മർഹാവൻ, ഒരെണ്ണം ബ്രഹ്മനിലും ഒരെണ്ണം ബ്രഹ്മർഹാവൻ. 2 സ്ഥലത്തിൻ്റെ പേരാ. ദി സ്റ്റേറ്റ് ലീഗൻ അണ്ടർ വെസർ. വെസർ എന്താ? വെസർ ഒരു നദിയാണ്. ഇറ്റ്സ് എ റിവർ, ഒരു റിവറിൻ്റെ പേരാണ്. ദി സ്റ്റേറ്റ് ലീഗൻ അണ്ടർ വെസർ. സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെസറിലാണ്. ദ വെസർ ഈസ് ടൈൻ ഗ്രോസർ. ഈ ബോക്സിൽ നിന്ന് വി ടേക്ക് എ വേർഡ്. ഏതാ ഫസ്റ്റ് വേർഡ്? സൈന ഗ്രോസർ ഫ്ലൂസ്. പ്രോ യാർ ഫാരൻ ഹിയർ 9000. റിവറിൽ കൂടെ പോകുന്ന സാധനം എന്താ? ഷിപ്പ്. ഷിഫെ. നെക്സ്റ്റ്, ഹിയർ ആർബൈറ്റൻ 300 മെൻഷൻ ഫ്യോർ 100,000 പസഞ്ചിയറെ. ഇത് കണ്ടാൽ തന്നെ അറിയാതെ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇതൊരു ബാനോഫാണ് അല്ലേ? ഇതൊരു ബാനോഫാണ് എന്ന് വെച്ചാൽ എന്താ? റെയിൽവേ സ്റ്റേഷൻ. ഹിയർ ആർബൈറ്റൻ 300 മെൻഷൻ ഫ്യോർ 100,000 പസഞ്ചിയറെ. ടേഗ്ലിഹ് ഫാരൻ 500. 500 എല്ലാ ദിവസവും ആരാ യാത്ര ചെയ്യുന്നത്? മെൻഷൻ. നാ ഹാംബൂർഗ്, മ്യൂൺഷൻ, ഉണ്ണിനാന്തേരെ. ബാക്കി സ്റ്റേറ്റ്, സിറ്റീസ്. Es gibt 30 Restaurants und Geschäfte. Geschäfte und Restaurants. Der Dorm St. Petri ist schon über 800. Der Dom St. Petri. സെൻറ്റ് പീട്രി എന്ന് പറയുന്നത് ഒരു ചേർച്ചാണ്. ദി കിർഹയാണിത്. ബാനോഫ് ദർ, ഇതും ദർ. ഹെയ്ഫൻ അല്ല, ദർ ഹാഫൻ. ഹാഫേ ആണോ? പോർട്ട്. ഹാഫനും പോർട്സ് ഹെയ്ഫനും. ഓക്കെ,
ദർ ഹാഫൻ. ഇനി പള്ളിയിൽ എന്താ? ദർ ഡോം സെൻറ്റ് പെട്രീസ് ഷോൺ യൂബർ 800 യാരെ. ആൾട്ട് ദി ഡാഷ് സിൻറ്റ് എന്താണ് അതിൻ്റെ ട്യൂർമ? ദി ട്യൂർമെ സിൻറ്റ് 92 Meter hoch. Im 68 Meter hohe ist eine Plattform. Das Bremer okay. The Bremer ഇനി വാക്കുകൾ ഏതാ ഉള്ളത്? Rathaus. Bremer Rathaus ist 800 Jahre alt und das Symbol von Bremen. Viele Menschen അപ്പോൾ ഇത് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് മെൻഷൻ അല്ല. täglich fahren 500 Züge ആയിരിക്കും. ട്രെയിൻസ് ടു ഇന്ന സിറ്റീസ്, അതാണ് കറക്റ്റ്. ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്. വി ഹൈസൻ ദി വ്യോർട്ടർ റിഷ്ടി ഷ്രൈബൻ സി und ergänzen Sie den Artikel. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന വേർഡ്സ് സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഫ്ലൂ ഹാഫനാണ്. ഫ്ലൂ ഹാഫൻ ഫ്ലൂ ഹാഫൻ കറക്റ്റ്, ഫ്ലൂ ഹാഫൻ. ഇത് ബാനോഫ് കറക്റ്റ്. ഇത് ഇതെന്താ? ഇതെന്തായാലും കിർഹെ ആയിരിക്കും. കിർഹെ, KIRCHE അങ്ങനെയല്ല കേട്ടോ അത് പ്രൊണൗൺസ് ചെയ്യണ്ടേ. ടോയ്ഷിൽ ഔഷ്പ്രാഹ ചെയ്യണം, ബുക്സ്റ്റാബിയറൻ ചെയ്യണം. ഇത് ഹാഫനാണ്. HAFAN ഹാഫൻ. ഇതെന്തായിരിക്കും? ബാനോഫ്, ഫ്ലൂ ഹാഫൻ, റാറ്റൗസ്, കിർഹെ, ഹാഫൻ. മാർക്കറ്റ് ആയിരിക്കും. മാർക്കറ്റ്, അതെ മാർക്കറ്റ്. ഓക്കെ. വാസ് gibt es in Ihrer State? Notieren Sie. നിങ്ങളുടെ സിറ്റിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സം റിവറിൻ്റെ പേര്, അതുപോലെ എന്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് നെയിം ദ പ്ലേസസ്. പക്ഷേ നമ്മുടെ എല്ലാ സിറ്റികളിലൊരു കിർഹ ഉണ്ടാവും, എന്തായാലും ഒരു ബാനോഫ് കാണും, ഒരു ബുസ് സ്റ്റാസിയോൺ ഉണ്ടാവും, പിന്നെ ഒരു അപ്പത്തേക്ക് ഉണ്ടാവും, ഇറ്റ്സ് എ മെഡിക്കൽ ഷോപ്പ്, പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടാവും, പിന്നെ കഫേ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ക്രാങ്കൻ ഹൗസ് എന്തായാലും ഉണ്ടാവും, ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ്. സെക്കൻഡ് എക്സസൈസ്, ദി ടാക്സി ഫാർട്ട്.
eine Taxifahrt. Hören Sie und nummern Sie. ഓക്കെ, ഇതൊരു ടാക്സി ട്രാവലാണ്. ഇതിനകത്ത് അവർ ഓർഡറിൽ ഇവരെന്താ പറയുന്നത് എന്ന് നമ്മൾ ആദ്യം ഏതൊക്കെ വേർഡ്സാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവർ പോകുന്ന വഴിക്ക് ആദ്യം എന്താ കാണുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് 1 2 3 4 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. രണ്ടാമത്തത് വേറെ, ഇതായിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഹ്യോർനാണ്. ഐ വിൽ പ്ലേ ദ ഓഡിയോ. Kapitel 3 In der Stadt. Aufgabe 2a. Die Taxifahrt. Hallo, bitte zum Hotel Weser. Ja, gern. Kennen Sie Bremen? Nein, leider nicht. Also hier ist das Rathaus. Und das ist der Dom. Was ist das? Ein Dom? Der Dom ist eine große Kirche. Ach so, schön. Und das? Ist das ein Museum? Nein, das ist ein Theater. Für Musicals. Super modern und sehr gut. Im Moment gibt es Evita. Interessant. Und hier, das ist ein Museum. Toll für Kinder. Sehr schön. Da ist der Bahnhof. Und hier ist schon das Hotel Weser. Das macht 8 Euro. Hier bitte. Wiedersehen. Auf Wiedersehen. ഓക്കെ, അടുത്തത് തേർഡ് എക്സസൈസ്. വെൽഹർ ആർട്ടിക്കിൾ പാസ്റ്റ് ഷ്രൈബൻ സി ദ വ്യോട്ടർ ഇൻ ദി ടബിലെ. ഈ വേർഡ്സ് ഏതൊക്കെ ആർട്ടിക്കിളാണെന്ന് നമ്മൾ അതാത് ടേബിളിൽ എഴുതണം. അടുത്തത് നാമേ, ദർ നാമയാണ്, അത് ദറിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അഡ്രസ്സേ, ഇത് ദിയാണ്, ദി അഡ്രസ്സേ. നുമ്മർ, ദി നുമ്മർ, ദി നുമ്മർ. ദി സാല്, നുമ്മർ നമ്പർ തന്നെ. സാൽ എന്ന് വെച്ചാൽ 1 2 3 കൗണ്ട് അല്ലെ നമ്പർ. സാൽ രണ്ടും ദിയാണ്. ലാൻഡ്, ദസ് ലാൻഡ്. സ്പ്രാഹെ, ദി സ്പ്രാഹെ. language. Person, der person. Buch, das Buch. Fußball, der Fußball. Wochenende, das Wochenende. Theater, das Theater. Restaurant, this restaurant. Museum, this museum. Schwimmbad, this schwimmbad. Auto, this auto. Techniker, der techniker. ടെക്നിക്കറിനായിരുന്നെങ്കിൽ ദി ടെക്നിക്കറിൻ എന്ന് വന്നേനെ, വിച്ച് മീൻസ് IT വർക്കർ, ടെക്നീഷ്യൻ അങ്ങനത്തെ. സ്റ്റുഡൻറ്റിൻ, ദി സ്റ്റുഡൻറ്റിൻ. ആർട്സ്റ്റ്, ദർ ആർട്സ്റ്റ്. എയർസ്റ്റിനായിരുന്നെങ്കിൽ ദി എയർസ്റ്റ് എന്ന് വന്നേനെ. ക്ലിനിക്, ദി ക്ലിനിക്. സ്റ്റുണ്ടേ, സ്റ്റുണ്ടയാണ്. ടാഗ്, ദർ ടാഗ്.
വോഹെ ദി വോഹെ. മൊണാട്ട് ദർ മൊണാട്ട്. യാര് ദസ് യാർ യാർ ദസ് യാർ. സ്റ്റുണ്ട് ദി സ്റ്റുണ്ട്. ഓക്കെ, ഞാൻ അത് ചെക്ക് ചെയ്യാം ഇതെല്ലാം ശരിയാണോ എന്ന്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ആദ്യത്തേത് ദർ എഴുതി വരയ്ക്കാം, നെയിം അല്ലേ, നാമേ ദർ നാമേ. ഓക്കെ, പേഴ്സൺ ഫുട്ബോൾ, പെർസോൺ ദി പെർസോണാണ്. ഓക്കെ, ഫൂസ്ബോൾ, കറക്റ്റാ. ടെക്നിക്കൽ ആർസ്റ്റ് എന്തായാലും കറക്റ്റാണ്. ടാഗും മോണായിട്ട് നോക്കാം. ദ ഡേ കറക്റ്റാ. മൊണാട്ട് കറക്റ്റാ. ഇനി ദസ്. ഓക്കെ, ഞാനെല്ലാം ചെക്ക് ചെയ്തു. ഇതിനകത്ത് ബാക്കിയെല്ലാം ശരിയാണ്. പേഴ്സൺ മാത്രം ദി പെർസോണാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഒരു 2 മിനിറ്റ് എടുത്ത് നന്നായിട്ട് പഠിക്കുക. ദർ നാമേ, ദർ ഫൂസ്ബോൾ, ദർ ടെക്നിക്കർ, ദർ ആർസ്റ്റ്, ദർ ടാഗ്, ദർ മൊണാട്ട്. Das Land, das Buch, das Wochenende, das Theater, das Restaurant, das Museum, das Schwimmbad, das Auto, das Jahr. Die Adresse, die Nummer, der Saal, die Sprache, die Studenten, die Klinik, die Woche, die Stunde, die Person. Okay, next. Wie heißt der Artikel? Wählen Sie und markieren Sie die Lösungen farbig. Farben എന്ന് വെച്ചാൽ കളർ. ഫാർബിക് എന്ന് വെച്ചാൽ ടു കളർ, കളർ ചെയ്യുക എന്ന്. ലോസുങ്ങൻ ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ. മാർക്കിയറൻസി എന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. വേലൻസി എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്യുക, ടു ചൂസ്. വി ഹൈസ്റ്റ് ദർ ആർട്ടിക്കിൾ. ഇപ്പോൾ ബാനോഫിൻ്റെ ഇത് ഏത് ആർട്ടിക്കിളാണ്? ബാനോഫിൻ്റെ ഏത് ആർട്ടിക്കിളാണ്? ദർ ബാനോഫ്. അപ്പോൾ 38 ഇവർ ഷെയ്ഡ് ചെയ്തേക്കണം. അങ്ങനെ ഓരോന്നിൻ്റെയും ആൻസർ എടുത്തിട്ട് ആ നമ്പർ ഇതിനകത്ത് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ആൻസർ ചെയ്യാം. 38 ആദ്യം ഓൾറെഡി ഷെയ്ഡ് ചെയ്താണ്. ഓക്കെ, അടുത്തത് റാറ്റ് ഹൗസ്. റാറ്റ് ഹൗസ് 10 റാറ്റ് ഹൗസാണ്. 44. ഹാഫൻ ദർ ഹാഫനാണ്. 56. കിർഹെ ദി കിർഹയാണ്. 46. സ്റ്റാർട്ട് ദി സ്റ്റാർട്ട്. 34. ഹോട്ടൽ ദസ് ഹോട്ടേൽ. 28. മാർക്ട് ദർ മാർക്ട്. 12. ഫ്ലുസ് ദർ ഫ്ലുസ്. 10. ഓക്കെ, ഒരു ടിക്കിൻ്റെ ഷേപ്പിൽ അവർ ജസ്റ്റ് കളർ ചെയ്തേക്കുന്നു. പഠിക്കുക. ദർ ബാനോഫ്, ദസ് റാറ്റ് ഹൗസ്, ദർ ഹാഫൻ, ദി ഗൃഹേ, ദി സ്റ്റട്ട്, ദസ് ഹോട്ടേൽ, ദർ മാർക്ട്, ദർ ഫ്ലൂസ്. ഓക്കെ, 4a. Ein oder eine. Notieren Sie den bestimmten Artikel und kreuzen Sie den unbestimmten Artikel. ഓക്കെ, ein അല്ലെങ്കിൽ eine. അതെങ്ങനെയാ? ദർ, ദി, ദസ്, ദി. ഇതായിരുന്നു ദ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ജർമ്മനിൽ നമ്മൾ വിശേഷിപ്പിക്കണേ. മാസ്കുലിൻ ആണെങ്കിൽ ദർ, ഫെമിനിൻ പെണ്ണാണെങ്കിൽ ദി, നോയിട്രോ ആണെങ്കിൽ ദസ്, പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദി. ഇനി ഐൻ എന്ന് വെച്ചാൽ എ എന്നർത്ഥം.
എ അല്ലെങ്കിൽ ആൻ, ആ സാധനം, അതിന് രണ്ടിനും കൂടെ ഐൻ എന്നുള്ളത്. ഇനി ഐൻ എങ്ങനെയാണ് ഇത് ഓരോ സ്ഥലത്തും യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ആണാണെങ്കിൽ ഐൻ, മാസ്കുലിൻ ആണെങ്കിൽ ഐൻ, ഫെമിനിൻ പെണ്ണാണെങ്കിൽ ഐനെ. ഇനി ന്യൂട്രൽ ആണെങ്കിൽ ഐൻ എന്ന് പറയും. പ്ലൂറലിന് നമ്മൾ ഒരിക്കലും എ എന്ന് പറയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ഐൻ ആപ്പിൾ, എ ആപ്പിൾ എന്നല്ലേ പറയുള്ളൂ. ആപ്പിൾസിന് ദ ആപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരിക്കലും എ ആപ്പിൾസ് എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് അതിന് പ്ലൂറലില്ല. ഇനി ഇത് ഓരോന്നും അതിനനുസരിച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എക്സസൈസ് എടുക്കുക. ഇതാണെങ്കിൽ ബാൻ ഓഫ് ഐൻ വന്നേനെ, റാറ്റ് ഹൗസ് ഐൻ വന്നേനെ, ഹാഫൻ ഐൻ വന്നേനെ, കിർഹെ ഐനേ എന്ന് വന്നേനെ, സ്റ്റാർട്ട് ഐനേ എന്ന് വന്നേനെ, ഹോട്ടൽ ഐൻ, മാർക്റ്റ് ഐൻ, ഫ്ലുസ് റിവർ ഐൻ. ഇങ്ങനെയാണ് ഐൻ ആണോ ഐനയാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആർട്ടിക്കിൾ ആദ്യം എഴുതുക, എന്നിട്ട് അത് ഐനാണോ ഐനയാണോ എന്ന് എഴുതുക. റെസ്റ്റോറൻറ്റ്, ദസ് റെസ്റ്റോറൻറ്റ് ഐൻ. സ്ത്രാസെ, ദി സ്ത്രാസെ ഐനെ. ക്രോയ്സൻസി എന്ന് പറഞ്ഞേക്കണം. നമ്മുടെ മെയിൻ എക്സാമിനും നമ്മൾ ക്രോസാണ് ചെയ്യണത്, ടിക്കല്ല. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് വി get used to it. Okay. Bahnhof, der Bahnhof ein. Rathaus, das Rathaus ein. Markt, der Markt ein. Okay, next. Was ist das? Ergänzen Sie ein, eine. Oder ഒന്നുമില്ലേ. ഏതിനാണ് ഒന്നുമില്ലാത്തത്? അതൊരു പ്ലൂറൽ വാക്കാണെങ്കിൽ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, ഇത് ആൻസർ ചെയ്യാം. ദ സ്താലിയ ഇസ്റ്റ് ഐൻ തിയേറ്റർ, കാരണം ദസ് തിയേറ്റർ. ഇം ഹാഫൻ സിൻഡ് ഒന്നിൽ കൂടുതൽ അല്ലല്ലോ. ഷിഫേ, ഇവിടെ അവിടെയല്ല, ഇവിടെ ഷിപ്സ് എന്ന് വരും. വെറും ഒരു ഷിപ്പ് എന്താന്ന് നോക്കട്ടെ. ദ ഷിപ്പ്, ദസ് ഷിഫാണ്. ദസ് ഷിഫ് പ്ലൂറലാണെങ്കിൽ ദി ഷിഫെ. അപ്പോൾ അതിന് എന്തില്ല, ആർട്ടിക്കിളില്ല. ബ്രെമൻ ഈസ്റ്റ് സ്റ്റട്ട് ഐനെ സ്റ്റട്ട്, ദി സ്റ്റട്ട്. ടാക്സി ഫാറർ ist ein Beruf. Beruf, der Beruf, ein Beruf. Auf dem Markt kauft man Fische എന്നാണ്. ഫിഷാണ് സിംഗുലർ ഫോം. ഫിഷ് എന്താണ് പക്ഷെ ആർട്ടിക്കിൾ? Der Fisch. The fishes, the fish. Fish, der Fisch. Der Fisch. Der Fisch. Okay, auf dem Markt kauft man ഒന്നുമില്ല, പ്ലൂറൽ ആയതുകൊണ്ട്. ദർ മീഖൽ ഈസ്റ്റ് ഐനെ കിർഹെ, കാരണം ദി കിർഹെ. നീന ഈസ് ദർ, അപ്പോൾ ഐൻ നാമേ, ദർ നാമേ. ഊസ്റ്ററൈഹ് ഈസ്റ്റ് ഐൻ ലാൻഡ്, കാരണം ദസ് ലാൻഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വാസ് പാസ് സുസാമൻ ഫെർബ്രിങ്ങൻ സി. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ. ഇസ് ദ സൈൻ ഫ്ലൂസ്? യാ, ദസ് ഇസ് ദി എൽബെ. ഓക്കെ, ആ റിവറിൻ്റെ പേര്. വിയർ സൂഹൻ ഐൻ ഹോട്ടൽ. വി ആർ ലുക്കിംഗ് ഫോർ, വി സൂഹൻ ടു സെർച്ച്.
ഞങ്ങളൊരു ഹോട്ടൽ സെർച്ച് ചെയ്യാണ്. ഇൻ ഹോട്ടൽ. ഹിയർ ഇസ് ദിസ് ഹോട്ടൽ ആൾസ്റ്റർ. Wo ist hier ein Restaurant? Ein Restaurant ist hier. D. Ist das ein Geschäft? Geschäft in the shop. Kada. Ist das ein Geschäft? Nein, das ist ein Büro. Wo ist ein Markt? In der Hafenstraße ist der Fischmarkt. B. ഓക്കെ, നമ്മൾ മാച്ച് ചെയ്തു. ഇതിൻ്റെ മീനിങ് ജസ്റ്റ് വേണം ഞാൻ പറഞ്ഞുതരാം. ഇസ് ദസ് ഐൻ ഫ്ലൂസ്? അതൊരു റിവറാണോ എന്ന് ചോദിക്കുക. യാ, ദസ് ഇസ് ദി എൽബേ. അതെ, അതൊരു റിവറാണ്. അതിൻ്റെ പേര് എൽബേ എന്നാണ്. വിയർ സൂഹൻ ഐൻ ഹോട്ടൽ. ഞങ്ങളൊരു ഹോട്ടൽ നോക്കുകയാണ്. വിയർ സൂഹൻ ഐൻ ഹോട്ടൽ. Here is this Hotel Alster. Here is the Hotel Alster. Wo ist hier ein Restaurant? എവിടെയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്? Ein Restaurant is here. A restaurant is here. Is this ein Geschäft? അതൊരു കടയാണോ? Nein, das ist ein Büro. Bureau, office. No, അതൊരു ഓഫീസാണ്. Wo ist ein Markt? എവിടെയാണ് മാർക്കറ്റ്? In der Hafenstraße ist der Fischmarkt. Hafenstraße സ്ഥലത്തിൻ്റെ പേരല്ലേ? നോക്കട്ടെ. Hafenstraße. ഹാർബർ റോഡ്. ഓക്കെ. ഹാർബർ അല്ലെങ്കിൽ പോർട്ട്. ആ റോഡിലാണ്, ഹാഫൻസ്ട്രാസയിലാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. നെക്സ്റ്റ്. Zwei Freunde in der Stadt ergänzen sie den Dialog. രണ്ട് ഫ്രണ്ട്സ് in the city. Okay. Ich bin das erste Mal in Call. Also, then this program for Touristen. ഓക്കെ. zwei Freunde, രണ്ട് ഫ്രണ്ട്സ് സിറ്റിയിൽ വന്നേക്കാണ്. സോ നമ്മൾ ഈ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ദ അതർ സൈഡ് ഇവർ ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ്. അത് തിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. Ist das ein Fluss? ആദ്യത്തെ സെൻറ്റൻസ്. Wo ist der Bahnhof? അടുത്ത സെൻറ്റൻസ്. Und das, ist das ein Bahnhof? Was ist das? Wo wohnst du? ഓക്കെ. ഇത്രയാണ് കൊടുത്തേക്കുന്ന സെൻറ്റൻസുകൾ. കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ സെൻറ്റൻസ്. Ich bin das erste Mal in Call. ഞാൻ ആദ്യമായിട്ടാണ് കോളിൽ വരുന്നത്. Also, then das Programm für Touristen. ഓഹോ, അപ്പോൾ the program for Touristen. Okay. Sehr gern. Ich bin Tourist. ഓക്കെ. ഈ പ്രോഗ്രാം ടൂറിസ്റ്റുകൾക്കുള്ളതാണ്. അടിപൊളി. അപ്പോൾ ഞാൻ ടൂറിസ്റ്റാണ്. Ich bin ein Touristin. Also, hier ist das Romanisch-Germanische Museum. Interessant. Und was ist das? Das ist ein Restaurant. Echt super. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആൻസർ ഇതാണ്. 9, das ist kein Bahnhof. അപ്പോൾ അത് ബാനോഫ് ആണോ എന്നായിരിക്കും ആ ക്വസ്റ്റ്യൻ. Und das, ist das ein Bahnhof? Und das, ist das ein und das ist das ein Bahnhof. ഇത് അപ്പോൾ നമ്മൾ പറയാം 9, das ist kein Bahnhof, das ist das Rathaus. അത് റാറ്റ് ഹൗസ് ആണ്. അതിനെന്താ ആൻസർ ചെയ്യും?
ദ ബാനോഫ് ഇസ് ഡോട്ട്. ഓക്കെ. ഓ ഇതായിട്ടൊരു കണക്ഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആ ഉണ്ട്. ദസ് റാറ്റ് ഹൗസ്. ഇനി അടുത്തത് പറയാം. വോ ഇസ് ദ ബാനോഫ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? വോ ഇസ് ദർ ബാനോഫ്. ദ ബാനോഫ് ഇസ് ഡോട്ട്. ബാനോഫ് അവിടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ എന്താ? ദസ് ഇസ് ein ഫ്ലൂസ്. അപ്പോൾ ഫ്ലൂസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. Ist das ein Fluss? Ja, das ist ein Fluss. Das ist der Rhein. Sehr schön. Ich wohne hier. അപ്പോൾ wo wohnst du? ചോദ്യം. എന്നാലല്ലേ അങ്ങനെ ഉത്തരം പറയാൻ പറ്റൂ. Ich wohne hier, Bürger Street. Bürger Street 10, 37 സൂപ്പർ. ഓക്കെ. ആ എക്സസൈസ് കഴിഞ്ഞ് അടുത്തത്. ഇതൊരു ഹ്യോറൻ എക്സസൈസാണ്. ഈ എക്സസൈസ് ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ ആ ഹ്യോറൻ കേൾക്കുക, എന്നിട്ട് ഇവർ ഈ ബോൾഡ് ലെറ്റേഴ്സിൽ ബോൾഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ലെറ്റർ അവർ ലോങ് ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെങ്കിൽ, ഔഷ്പ്രാഹ്യ ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് ലാങ്ങേ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. ഷോർട്ടായിട്ടാണെങ്കിൽ കുർസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നാമേ 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 എന്നല്ലേ. അപ്പോൾ ആ എന്നുള്ളത് അവിടെ ലോങ് ആണ്. അപ്പോൾ ആദ്യത്തെ അവർ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മേ നമ്മേ അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ അത് കുർസായനെ. ഓക്കെ. അപ്പോൾ ഹ്യോറൻ കേട്ട് അത് നമ്മളിതിനകത്ത് ആൻസർ ചെയ്യണം. അടുത്ത എക്സസൈസും കൂടെ നോക്കിയേ. ഹ്യോറൻ സി നോഹ് ഐൻമാൽ. ഇതേ ഹ്യോറൻ തന്നെ ഒന്നും കൂടെ കേൾക്കുക, എന്നിട്ട് സ്പ്രാഹൻ സി മിറ്റ് അതിൻ്റെ കൂടെ തന്നെ വീണ്ടും പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ അത് ഒരുമിച്ച് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് ഞാനത് ഒന്നും കൂടെ പ്ലേ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഔഷ്പ്രാഹ്യ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. Aufgabe 5a. Vokale. Lang oder kurz? Name. Sprache. Fluss. Sind. Bist. Lesen. Wie. Danke. Gut. Aufgabe 5a. Vokale. Lang oder kurz? Name. Sprache. Fluss. Sind. Bist. Lesen. Wie. Danke. Gut. Okay. അടുത്ത എക്സസൈസ്. Hören Sie und sprechen Sie nach. ഓക്കെ. ഇതിൻ്റെ ഒപ്പം തന്നെ സംസാരിക്കുക. കുറച്ചും കൂടെ വേർഡ്സ് തന്നിട്ടുണ്ട്. Aufgabe 5c. Hören Sie und sprechen Sie nach. Okay. Bahnhof. Bahnhof. Bus. Bus. Hamburg. Hamburg. Land. Land. Markt. Markt. Rathaus. Rathaus. Sprechen. Sprechen. Straße. Straße. Test. Test. ഡോയ്ഷിൽ നമ്മൾ എല്ലാ വേർഡ്സും നമ്മൾ ഔഷ്പ്രാഹ്യ ചെയ്യും. അതായത് ആർ എന്നുള്ളത് എർ എന്നുള്ളത് നല്ല സ്ട്രെസ് ചെയ്ത്, സ്ട്രാസ്, മാർക്ട്,
ഹാംബുർഗ്, അങ്ങനെ എല്ലാ ക്രാങ്കൻ ഹൗസ്, അങ്ങനെ കുറച്ച് സ്ട്രെസ് ചെയ്താണ് നമ്മളെല്ലാം പ്രൊണൗൺസ് ചെയ്യാറ്. നമ്മൾ ഇംഗ്ലീഷിലെ പോലെ ഒരു ആക്സെൻറ്റ് കൊടുത്തിട്ട് ക്രാങ്കൻ ഹൗസ്, ഹാംബുർഗ് അങ്ങനെ ഒരിക്കലും പറയില്ല. ഹാംബുർഗ്, ക്രാങ്കൻ ഹൗസ് അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, കുറച്ച് ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു നാച്ചുറലായിട്ട് അത്രയും സ്ട്രെസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഷ്പായാണ്, സ്പ്രെഹൻ, സ്പ്ര, ഷ്പ. ഇത് സ്ട്രാസ്, സ്ട്രാസ്. ഓക്കെ. എക്സസൈസ് 6. കൈൻഡ് ലുക്ക്, നോ ലക്ക്. ഓർണൻ സീ ദി വാട്ടർ സൂ. ഓക്കെ, ആദ്യത്തേത് ബസ്സാണ്. ദർ ബുസ്, വൊക്കാബ് വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ദർ ബുസ്. അടുത്തത് ദി ഊബാൻ. സൈക്കിൾ, ദസ് ഫാറാഡ്. ദി എസ്-ബാൻ. എസ്-ബാനും ഊബാനും ട്രെയിൻസാണ്, പക്ഷേ എസ്-ബാൻ ഫാസ്റ്റ് ട്രെയിനാണ്. ഊബാൻ അണ്ടർഗ്രൗണ്ട് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫ്ലൂക്സോയിക്, ദസ് ഫ്ലൂക്ക് സോയിക്. ഇനി ദി സ്ത്രാസൻബാൻ. സ്ത്രാസൻബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാംസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ട്രെയിൻസ് എന്ന് പറയും. റോഡിൻ്റെ ഒരു വശത്തേക്ക് കൂടെ ട്രെയിൻ പോകാനുള്ള ട്രെയിൻ പാളവും കൂടെ ഉണ്ടാവും. അപ്പോൾ റോട്ടിൽ കൂടെ തന്നെ കാറ് അല്ലെങ്കിൽ ബസ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ ട്രെയിൻ പാളം ഉണ്ടാവും, ഫുട് പാത്ത് പോലെ തന്നെ. അതിനൊരു പാത്ത് ഉണ്ടാവും, അതിന് വേറെ ബസ് സ്റ്റോപ്പ്, അതിന് വേറെ സ്റ്റാൻഡും ഉണ്ടാവും. പിന്നെ റോഡിൻ്റെ നടുക്കേ കൂടെ ട്രെയിൻ പോകും. അതിനെയാണ് സ്ട്രാസൻബാൻ എന്ന് പറയുന്നത്. യൂഷ്വലി അങ്ങനത്തെ ട്രാംസ് ഇലക്ട്രിക്കൽ ട്രാംസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഇത് കാണിക്കാൻ വേണ്ടി. ഇലക്ട്രിക്കൽ ബസ്സുകളും ഉണ്ട്. സ്ട്രാസൻബാൻ എന്നാണ് ഇത്. വാട്ട് എവർ, ദിസ് ഇസ് സ്ട്രീറ്റ് ബസ്, ദി സ്ട്രീറ്റ് ട്രെയിൻ. ഓക്കെ, ഇതിൻ്റെ ആർട്ടിക്കിൾ പഠിക്കുക. ബസ് ദർ ബുസ്സാണ്. ബാൻ മൂന്നും, എസ് ബാന്, ഊബാന്, സ്ട്രാസൻബാൻ, അത് മൂന്നും ദിയാണ്. ബാൻ എന്നുള്ളത് ദി ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വാക്കുകൾ കമ്പൈൻ ചെയ്തൊരു വാക്കുണ്ടാക്കുമ്പം രണ്ടാമത്തെ വാക്ക് ഏത് ആർട്ടിക്കിളാണോ അതായിരിക്കും ഉപയോഗിക്കുക. സ്ട്രാസൻബാൻ, ഊബാൻ, എസ് ബാൻ ഇതെല്ലാം ഒരേ ആർട്ടിക്കിളായിരിക്കും. ദി. സൈക്കിൾ ദസ്സാണ്, ദസ് ഫാറാഡ്. ഫ്ലൈറ്റ് ഫ്ലൂക്സോയിക്, ഫ്ലൂക്സോയിക്, സോയിക്, ദസ് ഫ്ലൂക്സോയിക് ആണ്. പക്ഷേ ഫ്ലൂഹാഫൻ എന്താ, ദർ ഫ്ലൂഹാഫനാണ്. ബാനോഫ്, ദർ ബാനോഫ് ആണ്. ഓക്കെ. വെൽഹെ ഫെർക്കേസ്മിറ്റൽ ഫിൻഡൻ സി ഇൻ ദർ വാച്ച് ലാങ് markeren Sie die freien Buchstaben ergänzen sein andere Verkehrsmittel. ബുസ്. ഇതിൽ ഫെർക്കേസ്മിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഫിൻഡൻ സി ദർ വാച്ച് ലാങ്. മാർക്ക് ചെയ്ത് ബാക്കി ആൽഫബറ്റ്സ് എടുത്തെഴുതി ഒരു വാക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. കുറച്ച് കൺഫ്യൂഷനുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ എക്സസൈസ് എന്ന് എനിക്ക് തോന്നുന്നു. ബാൻ, സുഗ്, ടാക്സി, ഔട്ടോ, ഫാറാഡ്. ഈ ഇടയ്ക്കുള്ള
ആൽഫബറ്റ്സ് എടുത്തെഴുതിയ ഒരു വാക്ക് കിട്ടുമായിരിക്കും. ബാനല്ല, ഊബാനാണ്. ശരിയാവും. ഇത് സുഗ്, ദൂബൻ. ശരി. ഓക്കെ, സ്ട്രാസൻ ബാൻ, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന വേർഡ്. അതാണ് ല്യോസ്യുങ് വാട്ടർ, സൊല്യൂഷൻ വാട്ടർ, അല്ലെങ്കിൽ ഫൈനൽ വേർഡ്. Vi heißen Artikel und Plural für die Verkehrsmittelaufgabe 6b. Notieren Sie, arbeiten Sie mit dem Wörterbuch. ആർട്ടിക്കിൾ എടുത്തെഴുതി അതിൻ്റെ പ്ലൂറലും എഴുതാൻ. ഇൻട്രസ്റ്റിംഗ്. ദർ ബുസ്, ദി ബുസ്സെ. ഓക്കെ. ദി ഊബാൻ, das Fahrrad, die S-Bahn, das Flugzeug, die Straßenbahn. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലൂറൽ കണ്ടുപിടിക്കാം. The U-Bahn, the U-Bahnen, subways, the U-Bahnen. അപ്പോൾ എസ് ബാനും സ്ട്രാസൻ ബാനും അത് തന്നെയായിരിക്കും. ദി എസ് ബാനൻ. കറക്റ്റ്. ഇനി the flights, Flüge, Flugzeug, ഓക്കെ, ഈ ആഡ് ചെയ്താൽ മതി. ഓക്കെ. പ്ലൂറലെല്ലാം ദി ആണേ, ആ ഒരു മാറ്റമില്ല. നെക്സ്റ്റ്, Was ist das
ഐനാണോ ഐനയാണോ അല്ലേ, ഖൈനാണോ ഖൈനയാണോ അത് അല്ലേ. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ വി യൂസ് ഖൈൻ ഖൈനെ. പോസിറ്റീവ് ആണെങ്കിൽ ഐൻ ഐനെ. അതായത് ഐ ഹാവ് എ ആപ്പിൾ എന്നെങ്ങനെ പറയും? ഇ ഹാബെ ഐൻ അപ്ഫൽ എന്ന് പറയാം. പക്ഷേ ഐ ഹാവ് നോ ആപ്പിൾ എന്ന് പറയാൻ ഇ ഹാബെ ഖൈൻ അപ്ഫൽ എന്ന് പറയണം. അതാണ് ഖൈനും ഐനും സെയിം എല്ലാത്തിനും. ഇനി ഐൻ പോലെ തന്നെ മാസ്കുലിൻ ആണെങ്കിൽ കൈൻ, ഫെമിനിൻ ആണെങ്കിൽ കൈനെ, നോയിട്രോ ആണെങ്കിൽ കൈൻ, പ്ലൂറലില്ല. ഇതാണ് കൈനിൻ്റെ റൂൾസ്. ഐൻ പോലെ തന്നെ സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഔഫ് ബിൽഡ് ഐൻ സിൻഡ് ഓക്കെ, ഔഫ് ബിൽഡ് ഐൻ, ബിൽഡ് ഐൻ, ബിൽഡ് വസസ് ബിൽഡ് പിക്ചർ. ഔഫ് ബിൽഡ് ഐൻ ആദ്യത്തെ പിക്ചർ അനുസരിച്ച് അതൊരു ഐൻ ബുസ്സാണ്. ഉണ്ട് ഫറാഡാണോ? അല്ല. അപ്പോൾ എന്താ? ഫറാഡ് ഇപ്പോൾ സോൾവ് ചെയ്തോളൂ. ഫറാഡ് ഇസ് ദസ് ഫറാഡ്. അപ്പോൾ കൈൻ ഫറാഡ് അല്ലേ? കറക്റ്റ് അല്ലേ? അതെ, കൈൻ ഫറാഡ്. ആബർ, അയ്യോ സോറി തെറ്റി, ഐൻ ബുസ് und Fahrkarte. Die Fahrkarte ആർട്ടിക്കിൾ എന്താ? ട്രാവൽ കാർഡ്. ദിയാണ്. ദി ഐനെ ഫാർക്കാർട്ടെ ആബർ കൈൻ ഫറാഡ്. മനസ്സിലായോ? ഈ പിക്ചറിൽ ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബസ്സിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ബിൽഡ് 1 ഒരു എ ബസ്സാണ്, ഐൻ ബുസ്, ഐനെ ഫാർക്കാർട്ടെ. പക്ഷേ അവിടെ എന്തില്ല? സൈക്കിളിൻ്റെ പിക്ചറില്ല. അപ്പോൾ അത് ഖൈനാണ്, ഖൈൻ ഫറാഡ്. ഇനി രണ്ടാമത് എന്ത് നോക്കണം? ഫറാഡിൻ്റെ ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കണം. ദസ് ആണ്, അപ്പോൾ ഖൈൻ കറക്റ്റ്. ഇത് ദിയാണ്, അപ്പോൾ ഐനെ. ഇത് ദറാണ്, അപ്പോൾ ഐൻ അല്ലേ? അതെ, കറക്റ്റ്. ആർട്ടിക്കിൾ നമ്മൾ പഠിക്കണം, ഞാനും പഠിക്കണം. രണ്ടാമത്തെ പിക്ചർ, ഔഫ് ബിൽഡ് സ്വൈ സിൻഡ് ദർ മൻ. ഇത് ദർ മന്നാണ്. അപ്പോൾ ഐൻ മൻ ഉണ്ട് ഐൻ ഔട്ടോ, ഔട്ടോ ദസ് ഔട്ടോ. ആബർ കൈനെ ഫ്രൗ. കാരണം എന്താ? ഫ്രൗ ദി ഫ്രൗ ആണ്, ഫെമിനിനാണ്. അപ്പോൾ കൈനെ ഫ്രൗ അതാണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ്, ഔഫ് ബിൽഡ് ദ്രൈ സിൻഡ്. ഇത് ഒന്നും എഴുതാൻ പറ്റില്ല, കാരണം ഷിഫെ പ്ലൂറലാണ്. ആബർ ഇതും പ്ലൂറലാണ്, അപ്പോൾ ഒന്നും എഴുതാൻ പറ്റില്ല. Yeah. Auf Bild 4 sind Bahnhof. നാലാമത്തെ പിക്ചർ റെയിൽവേ സ്റ്റേഷനാണ്. ഐൻ ബാനോഫ് അല്ലേ? ബാനോഫ് ദസ് ബാനോഫ്, ഐൻ ബാനോഫ്, ദർ ബാനോഫ്, ഐൻ ബാനോഫ്. und ഇവിടെ ഒന്നും എഴുതാൻ പാടില്ല, കാരണം ഇത് പ്ലൂറലാ, ട്രെയിൻസ് എന്നതിൻ്റെ അർത്ഥം. aber മെൻഷൻ പ്ലൂറലാണോ? പീപ്പിൾ ഇസ് എ സിംഗുലർ വേർഡ് അല്ലേ? പീപ്പിൾസ് ഇല്ലല്ലോ. അയ്യോ,
ChatGPT ചോദിക്കും. Kein Menschen. Is it correct? Okay. 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 അടുത്ത എക്സസൈസ്. വാസ് ഇസ് ദസ്? ഐൻ, ഐനെ അല്ലെങ്കിൽ ഖൈൻ, ഖൈനെ. ഇതിനകത്ത് ഏതാണ് എന്ന് എഴുതേണ്ടത്. ഓക്കെ. ഐൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. I have a apple. I have no apple. I have a apple എന്നെങ്ങനെ എഴുതും? Ich habe ein Apfel. ഇനി I have no apple എന്നെങ്ങനെ എഴുതും? Ich habe kein Apfel. ഇതാണ് ഐനും കൈനും. പിന്നെ മാസ്കുലിൻ ആണെങ്കിൽ ഐൻ അറിയാലോ, ഫെമിനിൻ ആണെങ്കിൽ ഐനെ, നോയിട്രോ ആണെങ്കിൽ ഐൻ, പ്ലൂറൽ ആണെങ്കിൽ ഇനി പ്ലൂറലില്ല. ഇനി കൈൻ, മാസ്കുലിൻ ആണെങ്കിൽ കൈൻ, ഫെമിനിൻ ആണെങ്കിൽ കൈനെ, നോയിട്രോ ആണെങ്കിൽ കൈൻ, പ്ലൂറൽ ആണെങ്കിൽ കൈനെ. പ്ലൂറലുണ്ട്. ഇതാണ് വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. ശരി. ഓക്കെ. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. പിക്ചർ 1. പിക്ചർ 1 എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ബസ് കാണാം, ഒരു ടിക്കറ്റ് കാണാം. ബുസ്സും ഒരു ഫാർ കാർട്ടയും കാണാം. ട്രാവൽ ടിക്കറ്റ്, ഫാർ കാർട്ടെ. Auf Bild 1 sind ein Bus und Fahrkarte, der Fahrkarte. അല്ല, das Fahrkarte. Ein Fahrkarte അല്ലേ? നോക്കട്ടെ. The travel card. Die Fahrkarte. Eine Fahrkarte. Aber Fahrrad. Kein Fahrrad. Auf Bild 2 sind ein Mann und ein Auto. കാരണം Mann der, Auto das. Aber keine Frau. ഇത് die. ഇതെന്തായിരുന്നു? das. die. Tarbus. തർബൂസ്. ആർട്ടിക്കിൾ പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഓഫ് ബിൽ 3 സിൻഡ്. 3 എന്താ? 2 ഷിപ്പുണ്ട്, പക്ഷേ അത് പ്ലൂറൽ, അതിന് പ്ലൂറൽ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എഴുതാൻ പറ്റില്ല. ആബർ കൈനെ ഫ്ലൂക്സ് ഒഴികെ, ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസ്. ഓഫ് ബിൽഡ് 4, 4ാമത്തെ ബിൽഡിൽ എന്താ? അതൊരു റെയിൽവേ സ്റ്റേഷനാണ്. സിൻഡ് ഐൻ ബാനോഫ് und ഒന്നും എഴുതാൻ പറ്റില്ല, പ്ലൂറലാണ്. aber keine Menschen. Okay, next. Was ist in ihrer Stadt? Was nicht? Schreiben Sie über ihrer Stadt. ഈ മുകളിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ ഓരോന്ന് എഴുതാൻ. ഹോട്ടൽ, ഹാഫൻ, റാറ്റ് ഹൗസ്, ഫ്ലൂ ഹാഫൻ, പാർക്ക്, ബാനോഫ്. അതായത് ഇൻ Uppingham sind Hotels und Parks, aber kein Flughafen. അതുപോലെ നമ്മൾ എന്ത് എഴുതണം?
in Angavali Sindh അങ്കമാലിയിൽ എന്താ ഉള്ളത്? ഫ്ലൂ ഹാഫനുണ്ട്, und Bahnhof റെയിൽവേ സ്റ്റേഷനുണ്ട്, ആബർ, കൈൻ, ഹാഫൻ. പോർട്ടില്ല നമുക്ക്. ഓക്കെ. അടുത്തത് ലിക്സ് റെക്സ് ഗെറാഡസ്. ലിങ്സ് ലെഫ്റ്റ്, റെക്സ് റൈറ്റ്, ഗെറാഡസ് സ്ട്രെയിറ്റ്. ഗെറാഡസ് എന്നല്ല, ഇതിൻ്റെ ഔഷ്പ്രാഹ്യം ഒന്ന് പഠിക്കട്ടെ. സ്ട്രെയിറ്റ്, Geradeaus. geradeaus, Geradeaus. straight ahead, geradeaus, straight പോവുക, straight ahead, geradeaus. Hören Sie und sehen Sie den Plan an. Welcher Weg ist das? 1, 2 oder 3? Was ist dort? Schreiben Sie die Gebäude in den Plan. ഓക്കെ, നമ്മൾ ഹ്യോറൻ കേൾക്കാൻ പോവാണ്. അത് കേട്ടിട്ട് ഇതിൻ്റെ വെഗ് വഴി കണ്ടുപിടിക്കാൻ പോവാം. 3 ഡയലോഗുണ്ട്. ഡയലോഗ് 1, 2, 3. ഇതിൻ്റെ 3ലും ഇവിടെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ ഇതിനകത്ത് Schreiben Sie die Gebäude in den Plan. ഓക്കെ, നമ്മൾ ആദ്യം അവരെന്താ പറയണേ? ലിങ്സ് ആണോ, റെസ്റ്റ് ആണോ, ഗെറാഡസ് ആണോ? അത് 3ഉം അവർ പറയുന്ന ഓർഡറിൽ ഇവിടെ താഴെ എഴുതണം. ഹ്യോറൻ കേൾക്കാം. Aufgabe 7. Wegbeschreibungen. 1. Aufgabe 5c. Hören Sie und sprechen Sie nach. Aufgabe Okay. 7. Wegbeschreibungen. 1. Entschuldigung, wo ist die Post? Gehen Sie hier nach links und dann an der Hauptstraße nach rechts. Dann immer geradeaus und Sie kommen direkt zur Post. Vielen Dank. Zwei. Guten Tag. Ich suche das Café Delfino. Ja, das Café Delfino ist nicht weit. Gehen Sie hier nach rechts und dann geradeaus. An der Kaiserstraße dann nach links und dort ist schon das Café. Dankeschön. Bitte. Drei. Hallo, wo ist bitte das Rathaus? Das Rathaus? Gehen Sie hier nach links und dann geradeaus in die Lindenstraße. Am Rathausplatz dann nach rechts und geradeaus. Ungefähr 100 Meter. Da ist rechts das Rathaus. Danke. Tschüss. Tschüss.
ഓക്കേ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. ഫൈനൽ ഇവർ എന്തിനെ പറ്റിയാണ് പറയുന്നത്? വിച്ച് ബിൽഡിംഗ്? ഷ്രൈബൻ സി ദി ഗെബോയ്ഡെ ബിൽഡിംഗ്. ലാസ്റ്റ് അവർ ഏത് സ്ഥലത്തേക്കുള്ള ഇതാണ് ചോദിക്കുന്നതെന്നും കൂടെ എഴുതണം. സെക്കൻഡ് വൺ കഫേ എന്ന് മനസ്സിലായി, ബട്ട് ഇത് രണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. സോ നോ ഹൈൻമാൽ നമ്മൾ Aufgabe 7. Wegbeschreibungen. ഓക്കെ. 1. Entschuldigung, wo ist die Post? Gehen Sie hier nach links und dann an der Hauptstraße nach rechts. Dann immer geradeaus und Sie kommen direkt zur Post. Vielen Dank. 2. Guten Tag. Ich suche das Café Delfino. Ja, das Café Delfino ist nicht weit. Gehen Sie hier nach rechts und dann geradeaus. An der Kaiserstraße dann nach links und dort ist schon das Café. Dankeschön. Bitte. Drei. Hallo, wo ist bitte das Rathaus? Das Rathaus? Gehen Sie hier nach links und dann geradeaus in die Lindenstraße. Am Rathausplatz dann nach rechts und geradeaus. Ungefähr 100 Meter. Da ist rechts das Rathaus. Danke. Tschüss. Tschüss. ഓക്കെ, ആദ്യത്തെ ഡയലോഗ് പോസ്റ്റിനെ പറ്റി, രണ്ടാമത്തെ കഫേ സം ഡെൽഫീനോ ഐ ഡോണ്ട് നോ ഈ സ്പെല്ലിങ് കറക്റ്റ് ആണോ എന്ന്. അടുത്തത് റാറ്റ് ഹൗസിനെ പറ്റി. നെക്സ്റ്റ്, എർഗെൻസൻ സി ലിങ്സ് റെക്സ് ഓർ ഗെറാഡസ്. ഓക്കെ, ഈ പിക്ചർ നോക്കിയിട്ട് ലിങ്സ് ആണോ ഗെറാഡസ് ആണോ എന്നുള്ള രീതിയിൽ എഴുതുക. ആദ്യത്തെ കോൺവെർസേഷൻ ആൻഡ് ആദ്യത്തെ ബിൽഡ്. എൻഷൂൾഡിഗും വോയിസ് ദർ ബാൻ ഓഫ് ഗെയിൻ സി റെക്സ്. ആദ്യം റൈറ്റിലേക്ക് തിരിയുക, എന്നിട്ട് നേരെ പോയിട്ട് ഉന്താൻ ലിങ്ക്സ് അല്ലേ, ഇത് ലെഫ്റ്റിലേക്ക് തിരിയുക. ദസ് ഇസ് ദർ ബാൻ ഓഫ്. രണ്ടാമത്തെ കോൺവെർസേഷൻ, ഹലോ ich suche das Hotel Central. Das ist einfach. Gehen Sie hier geradeaus. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, എന്നിട്ട് ലിങ്ക്സ്. das ist der Park. Da gehen Sie links. Und dann gleich wieder geradeaus. Okay. Next. Entschuldigung, wo ist der Fischmarkt? Der Fischmarkt. Hier gleich. ആദ്യം എങ്ങോട്ടാ? ലെഫ്റ്റ്, ലിങ്ക്സ്. Und dann die Straße links. Dann geradeaus. Und wieder rechts. Dann rechts. Okay. Imperativ mit Sie. Was soll der Mann machen? Okay, imperative sentences. അതായത് നമ്മൾ ഒരാളോട് കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഒരാളോട് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊമ്മൻ എന്ന് വെച്ചാൽ ടു കം. ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ നമുക്ക് കൊമൻ സി എന്ന് പറയാം. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, അപ്പോൾ അതൊരു ഇമ്പാരറ്റീവ് സെൻറ്റൻസായി. സി ഫോമിൽ ദു ഫോമിൽ അങ്ങനെ മാറിയിട്ട് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ഡിഫറെൻ്റ് ആണ്. സിമ്പിളായിട്ട് സി ഫോമാണ്, കാരണം അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ വാക്ക് എന്താണോ ആ വാക്ക് എടുത്തെഴുതുക, അതിന് ശേഷം സി എന്നുള്ളത് എടുത്തെഴുതുക, അത്ര എളുപ്പമാണ്. കൊമ്മൻ എന്നുള്ള വാക്ക് എഴുതുക, സി എന്ന് എഴുതുക. അപ്പോൾ പോവാൻ പറയുന്നത് എങ്ങനെയാണ്? ഗെയിൻ, ടു ഗോ. ആ വാക്ക് എഴുതി സി എഴുതി, ഗെയിൻ സി, അത്രേ ഉള്ളൂ. പിന്നെന്താ? ഇരിക്കൂ എന്ന് എങ്ങനെ പറയാം? അപ്പോൾ സിറ്റ്സ് ആൻഡ് സി, ഇരിക്കൂ, അത്രേ ഉള്ളൂ. ആ വാക്കിൻ്റെ കൂടെ സി ഫോമും കൂടെ ആഡ് ചെയ്ത് ഒരു എക്സ്ക്ലമേറ്ററി മാർക്സും കൂടി ഇട്ടാൽ
അത് ഇമ്പറാറ്റീവ് മിക്സിയായി. അപ്പോൾ ഈ എക്സസൈസ് ചെയ്ത് നോക്കാം. ഗെയിൻ സി ലിങ്ക്സ്, ലിങ്ക്സ് ഗെയിൻ, റൈറ്റിലേക്ക് പോ, ലെഫ്റ്റിലേക്ക് പോ എന്നുള്ള കമാൻഡ് കൊടുക്കുന്നതാണ് നമ്മൾ ഇമ്പരറ്റീവിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഡാഷ് മിറ്റ് ബുസ് 51 fahren der Bus fährt zur U-Bahn-Station. Fahren Sie mit Bus 51. ഇതിനെ നമ്മൾ ഇമ്പരാറ്റീവിലേക്ക് എടുത്തെഴുതണം. ഇനി നമ്മൾ ഇതിനെ എടുത്തെഴുതാൻ പോവാം. എന്താ, ഇതും അങ്ങനെ തന്നെയായിരിക്കും. ഫാറൻ സി മിറ്റ് ദർ U-Bahn. Dann sind sie am Bahnhof. Dort ist die Hauptstraße. ഇനി 100 Meter geradeaus gehen. Gehen Sie 100 Meter geradeaus. Links gehen. Gehen Sie links. Okay. Okay. അടുത്ത എക്സസൈസ് ചെയ്യാൻ പോവാം. Antworten Sie. Die Pfeile in Klammern helfen. Die Pfeile എന്ന് വെച്ചാൽ ആരോസ്. ഇൻ Klammern എന്താ, ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിലുള്ള ഈ ആരോ മാർക്ക് യൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ, അൺവോട്ടൻ ചെയ്യാൻ. Entschuldigung, wo ist das Rathaus? Rathaus എന്താണ്? ടൗൺ ഹാൾ. എവിടെയാണ് ടൗൺ ഹാൾ? Gehen Sie geradeaus, നേരെ പോവുക. അപ്പോൾ ഇതാണ് നേരെ, സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. എന്നിട്ട് എങ്ങോട്ട് തിരിയേണ്ടത്? റൈറ്റ് അല്ലേ. അപ്പോൾ ദൻ എഴുതിയിട്ടുണ്ട്. ദൻ റെഹ്സ്. അടുത്തത് Ich suche das Hotel Alster. ഇതെങ്ങോട്ടാണ് കൊടുത്തേക്കണേ? Gehen Sie ആദ്യം റെഹ്സ്, ദൻ ലിങ്ക്സ്. Wo ist der Hafen bitte? Gehen Sie links, dann geradeaus. Entschuldigung, wo ist der Bahnhof? Gehen Sie geradeaus, dann links und wieder rechts. Okay. Arbeiten Sie zu zweit. Notieren Sie 3 Orte in der Nähe von Ihrem Kursort. Fragen Sie Ihren Partner, Ihre Partnerin. Er oder sie antwortet. Okay. രണ്ടുപേരായിട്ട് ഇത് വർക്ക് ചെയ്യുക. നോട്ടിയറൻ സി ദ്രൈ ഓർട്ടെ ഇൻ ദർ നേയെ ഫോൺ ഇയറും കുർസ് ഓർട്ട് ഫ്രാഗൻ സീറൻ പാർട്ട്ണർ പറഞ്ഞു വോയിസ് ദ ബാൻ ഓഫ് ഗെയിൻ സിററ്റ്സ്. ഓക്കെ. ഇതിപ്പോൾ എന്തായാലും ചെയ്യാനില്ല. ഇവർ എന്താണ് ഈ എക്സസൈസിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ദ്രൈ ഓർട്ടെ, ഏതെങ്കിലും 3 പ്ലേസസ് നിങ്ങളുടെ കുർസ് എന്താ, കോഴ്സ് ഓർട്ട് പ്ലേസ്. കോഴ്സ് പ്ലേസിൻ്റെ അടുത്ത്, അതായത് കോഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു 3 സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറാണെങ്കിൽ പാർട്ട്ണർ, പെണ്ണാണെങ്കിൽ പാർട്ട്ണറിനോട് ചോദിക്കുക. Entschuldigung, wo ist der, എന്നിട്ട് ഇവിടെ മാറ്റുക. Wo ist der Bahnhof? Wo ist der Flughafen? Wo ist der Bäckerei? അങ്ങനെ ചോദിക്കാം. അപ്പോൾ പാർട്ട്ണർ ആലോചിച്ച് gehen Sie rechts, then links,
ദെൻ ഗെറാഡസ്, ദെൻ ലിങ്ക്സ്, അങ്ങനെ ആലോചിച്ച് പറയാൻ. അത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ലൈക്ക് എ ഫ്രണ്ട് ടു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു എക്സസൈസാണ്. ഓക്കെ, അടുത്തത് 9. ഇവൻറ്റ്സ് ഇൻ ഹാംബുർഗ്. Hören Sie, welches Wort ist Deutsch? Kreuzen Sie an und notieren Sie das Wort. അവർ കുറച്ച് വേർഡ്സ് പറയും, അതിനകത്ത് ഏത് വേർഡ്സാണ് ഡോയ്ഷ് വേർഡ് ഉള്ളതെന്ന് മാർക്ക് ചെയ്യുക, ABC ആണെങ്കിൽ. എന്നിട്ട് അത് ആ വേർഡ് ഇവിടെ എടുത്തെഴുതുക. Aufgabe 7. Wegbeschreibungen. 1. Aufgabe 9a. Welches Wort ist Deutsch? 1. A. The festival. B. Le festival. C. Das Festival. 2. A. Das Konzert. B. The concert. C. El concierto. 3. A. La musique. B. Die Musik. C. The music. 4. A. The film. B. El film. C. Der Film. Aufgabe. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ആകെ ഞാൻ എഴുതിയേക്കുന്ന സ്പെല്ലിംഗ് കോൺസേർട്ടിൻ്റെ ഒരു കൺഫ്യൂഷനുണ്ട്. കറക്റ്റ്, കോൺസേർട്ട്. ഓക്കെ, നമ്മൾ ഹ്യോറൻ ചെയ്ത് അവർ പല ലാംഗ്വേജിൽ പറഞ്ഞ വേർഡ്സിനകത്ത് ജർമ്മൻ വേർഡ് ഏതാണെന്ന് പിക്ക് ചെയ്തു, അത് എഴുതി. ഇനി ഈ 4 വേർഡ്സിൻ്റെ ആർട്ടിക്കിൾ പഠിക്കുക, വൊക്കാബ് പഠിക്കുക. ഫെസ്റ്റിവൽ, ദസ് ഫെസ്റ്റിവൽ. കോൺസേർട്ട്, ദസ് കോൺസേർട്ട്. മ്യൂസിക്, ദി മ്യൂസിക്. ഫിലിം, ദർ ഫിലിം. ദസ് ഫെസ്റ്റിവൽ, ദസ് കോൺസേർട്ട്, ദി മ്യൂസിക്, ദർ ഫിലിം. Lesen Sie die 6 Anzeigen. Welche Anzeige passt zu den Personen? Ordnen Sie so. Lesen Sie die 6 Anzeigen. Welche Anzeige passt zu den Personen? Ordnen Sie so. Family Orzan hört gern Mozart. Anzeige. Benedikt und Jasmin finden Kino toll. Fredrik hat am Montag Zeit für seine Kinder. Johanna hört gern deutsche Rockmusik. ഓക്കെ, ഇവിടെ 4 അൻസൈഗ കൊടുത്തിട്ടുണ്ട്. എന്താണ് അൻസൈഗ? അൻസൈഗ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 4 അഡ്വർടൈസ്മെൻറ്റും വായിച്ച് ഇത് മനസ്സിലാക്കിയിട്ട് ഇവർ കൊടുത്തേക്കുന്ന 4 ഡിസ്ക്രിപ്ഷൻ ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് പറയാണ്. അതിൽ ആർക്കാണ് ഇത് ചേരുന്നത് എന്ന് മാച്ച് ചെയ്യാം. ആദ്യത്തെ അൻസൈഗെ വായിക്കാം. ഹാംബുർഗ് റോക്ട് und schwingt. റോക്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ റോക്സ്, und schwingt എന്ന് വെച്ചാൽ സ്വിങ്സ്. ആൾസ്റ്റർ യാസ് ടാഗെ ഫോൺ 21.5 ഓക്കെ. മെയ് 21 തൊട്ട് 30 വരെ ഹാംബുർഗിൽ ഒരു ആൾസ്റ്റർ യാസ് ടാഗയാണ്. ഇൻ ദെൻ ബാർസ് റുണ്ട് ദി ആൾസ്റ്റർ. റുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറൗണ്ട് എന്നർത്ഥം, എറൗണ്ട്. Karten under Abendkasse oder unter www.alsterjas.de. Abendkasse എന്ന് വെച്ചാൽ ബോക്സ് ഓഫീസ്. കാർട്ടൺ എന്താ? കാർഡ്, കാർട്ടൺ, ടിക്കറ്റ്സ്.
ഫാർകാർട്ടെ എന്നൊക്കെ പറയില്ലേ, ട്രാവൽ ടിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഹാംബുർഗിൽ എന്തോ ഒരു പരിപാടി നടക്കുകയാണ് 21 തൊട്ട് 30 വരെ. പിന്നെ അത് ടിക്കറ്റ് അറൗണ്ട് ഒന്നില്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലുണ്ടാവും. അടുത്ത അഡ്വർടൈസ്മെൻ്റ് എന്താ? നോയെ ഇൻ മ്യൂസിക്കൽ തിയേറ്റർ, ന്യൂ ഇൻ ദ മ്യൂസിക്കൽ തിയേറ്റർ, മുസിക് ദർ കുൾട്ട് ബാൻഡ് ക്വീൻ, വി വിൽ റോക്ക് യു. ഓക്കെ, ഐ തിങ്ക് യു നോ ദിസ് സോങ്. എനിക്ക് ഈ സോങ് ഭയങ്കര ഇഷ്ടം, വി വിൽ റോക്ക് യു. Mit Live-Musik, Videos und Lichtshow karten ab 29 €. Neue im Musical Theater, new in the Musical Theater, Music der Kultband, Queen, We Will Rock You, mit Live-Musik, Videos und Lichtshow, Lightshow, Licht എന്താ? ലൈറ്റ് ഷോ ഉണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. കാർഡിന് അബ് എന്ന് വെച്ചാൽ ഫ്രം കാർഡിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ഫ്രം 29 €. ഓക്കെ, ഓപ്പൺ എയർ ഫെസ്റ്റിവൽ റിങ്. എയർന്ന് തന്നെയാണോ പറയണേ? ലുഫ്റ്റ് അല്ലേ? Air. 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 AR. Open Air Festival am Ring. Internationale und deutsche Stars Kulha Kandela, Peter Fox, Sass, Coldplay, Rob Zombie, Sonny Mannheim. ഇതൊക്കെ ആൾക്കാരുടെ പേരാ. ഓക്കെ, 10 മുതൽ 11, ഒരു ദിവസത്തേക്ക് 2 ദിവസത്തെ പരിപാടി. ഒരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് 25 €. ടാഗ് മൈൻ ടാഗ് സ്വൈ ടാഗ് 2 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഫ്യൂൻസിക് 40 €. റോക്ക് ദ സ്കാൻസ് വോഹനൻ്റെ, റോക്ക് ദ ഗാൻസ് എന്താ? ഹോൾ വീക്കെൻഡ്, ദസ് ഗാൻസ് വോഹനൻ്റെ ഹോൾ വീക്കെൻഡ്. ഓക്കെ, Filmnacht im Filmpalast. Film night in the Film Palast. Palast എന്താ നോക്കാം. പാലസ്. ഓക്കെ, ഫിലിം പാലസിൽ ഫിലിം നൈറ്റ്. 2 Top-Filme und danach Party bis 6 Uhr. Jeden Samstag 22 Uhr. Karten 15 Uhr. Popcorn inklusive. ഓക്കെ, ഇതാണ് 4 അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നത്. ഒരെണ്ണം ഹാംബുർഗിൽ എന്തോ റോക്സ് ആൻഡ് സ്വിങ്സ്, എന്തോ ജാസ് മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ. ആൽസ്റ്റർ ജാസ് ടാഗ് ബാറിലാണ് നടക്കുന്നത്, ആൽസ്റ്ററിലാണ് നടക്കുന്നത്. 9 ദിവസം, 21 തൊട്ട് 30 വരെ 9 ദിവസമുണ്ട്. ലൈക്ക് ആ വീക്കുണ്ട്. കാർഡ് നമുക്ക് ഒന്നില്ലെങ്കിൽ ബോക്സ് ഓഫീസ് അല്ല അവിടെ നിന്ന് നേരിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. മ്യൂസിക്കൽ തിയേറ്ററിൽ ന്യൂയെ, വി വിൽ റോക്ക് യു ടീം ബാൻഡ് വരുന്നുണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ലൈറ്റ് ഷോ ഉണ്ട്. 29 € പെർ പേഴ്സൺ കാർട്ട്. ഇനി ഓപ്പൺ എയർ ഫെസ്റ്റിവൽ ഇൻ ദ റിങ്, കുറേ ഡോയ്ഷും ഇൻ്റർനാഷണൽ സ്റ്റാറുകൾ വരുന്നുണ്ട്. ഒരു ദിവസത്തെ ഇതിന് 25 €, 2 ദിവസമാണ് 40. വീക്കെൻഡാണ് പരിപാടി. ഫിലിം നാഹ്റ്റ് ഇം ഫിലിം പാലസ്, ഫിലിം പാലസിൽ ഫിലിം നൈറ്റ്. 2 ടോപ്പ് ഫിലിം, danach പാർട്ടി ബിസ് 6 Uhr. ഏഡൻ സാംസ്റ്റാഗ്, എല്ലാ സാംസ്റ്റാഗും പോപ്കോൺ അതിൻ്റെ കൂടെ കിട്ടും. ഫിലിം നൈറ്റ്. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്.
ഇനി എന്താണ് ഇവർ കൊടുത്തേക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്? ഫാമിലിയെ ഓർസാൻ ഹ്യോർട്ട് ഗേൺ മൊസാർട്ട്. ഹ്യോർട്ട് ഗേൺ എന്ന് വെച്ചാൽ ലൈക്ക് എന്നാണ് അർത്ഥം. ലൈക്ക് ടു. ഫാമിലിയെ ഓർസാൻ ഒരു പേരാണ്. എനിക്ക് മനസ്സിലായില്ല. വി ക്യാൻ ട്രാൻസ്ലേറ്റ്. The Orzan family loves listening to Mozart. Mozart എന്താണ്? ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ മ്യൂസിക്. അതെവിടെ ഉണ്ടായിരുന്നോ? Have they mentioned anything about Mozart? No. 6 and second word. I think other page. അത് പറ. ഇവിടെ 2 അഡ്വർടൈസ്മെൻറ്റും കൂടെ ഉണ്ട്. ഹാംബുക്സ് ടൂറിസ്റ്റിന് അട്രാക്ഷൻ ഫിയർ ദി ഗാൻസെ ഫാമിലി. മിനിയാറ്റൂർ വണ്ടർലാൻഡ്. മോഡൽ Leisenbahnen und alles übers UK. Öffnungszeiten täglich von 9 und 19 Uhr. ഓക്കെ, മിനിയേച്ചറിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഗാൻസെ ഫാമിലി, ഫോർ ദ ഹോൾ ഫാമിലി. മിനിയേച്ചർ ചെറുത്, വലിപ്പം കുറഞ്ഞത്, ചെറിയ വേർഷൻ വണ്ടർലാൻഡ്. മോഡൽ Leisenbahnen, മോഡൽ ട്രെയിൻ പോലെ തന്നെ ഇരിക്കുന്ന മോഡൽ ട്രെയിൻസിനെ പറ്റി പല കാര്യങ്ങളും. Öffnungszeiten, ഓപ്പണിംഗ് ടൈം täglich 9 und 19 Uhr. 125 ദിവസം ഇത് ഓപ്പണാണ്. NDR സിംഫോണി ഓർക്കസ്റ്റർ. സിംഫണി ഓർക്കസ്റ്റർ. സ്റ്റാർഗാസ്റ്റ്. ഡേവിഡ് ഗെറാറ്റ് വിയോലിൻ കോൺസേർട്ട് ഫോൺ മൊൺസെറാട്ട് ഉണ്ട് സിബ്ലിസ് കണ്ടക്ടർ. നടത്തുന്ന ആൾ വയലിൻ്റെ ഒരു കോൺസേർട്ട് പോലെ ഒരു ഓർക്കസ്ട്ര ഷോ ആയിരിക്കും മിക്കവാറും. ഡിരിഗൻറ്റ് എന്ന് വെച്ചാൽ അത് നടത്തുന്ന ആൾ, അതിൻ്റെ കണ്ടക്ടർ എന്നാ പറയുക. ലാസിസ് ഹാലെ ഹോൾ ബെഗിന് Dirigent, conductor. Okay. So, family Orzan Hjort Mozart. ഇവിടെ നമ്മൾ മൊസറാട്ടിനെ പറ്റി പറഞ്ഞു. യെസ്, അപ്പോൾ ഇതേതാ? എഫ്. ആദ്യത്തത് എഫ്. ബെനറ്റ് ഉണ്ട് യാസ്മിൻ ഫിൻറ്റൻ കീനോറ്റോൾ. ഓക്കെ. ഡി. ഇവിടെയാണ് ഫിലിം നാഹ്റ്റ് ഉള്ളത്. സിനിമ പോപ്കോൺ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഫ്രെഡറിക് ഹാറ്റ് അം മുൻടാഗ് സൈറ്റ് ഫിയർ സൈനെ കിൻഡർ. ഓക്കെ. കിൻഡറിന് വേണ്ടിയിട്ട് മിനിയേച്ചർ വണ്ടർലാൻഡിൽ പോവാം. യോന ഹ്യോർട്ട് ഗേൺ ഡോയ്ഷെ റോക്ക് മ്യൂസിക്കിനെ പറ്റി ഇവിടെ എന്താ പറഞ്ഞേക്കണേ? റോക്ക് മ്യൂസിക് ബേ ആണ്, സേ ആയിരിക്കും. സേ റോക്ക് മ്യൂസിക്. യാ. Okay. Next. Lesen Sie die Anzeigen in 9b noch einmal. Markieren Sie die international Wörter. Okay. Lesen Sie, read the Anzeigen advertisement noch einmal. Once more.
മാർക്കിയറൻ സി മാർക്ക് ചെയ്യുക. ദി ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ വ്യോർട്ടർ വേർഡ്സ് അതിനകത്തുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേർഡ്സ് മാർക്ക് ചെയ്യുക. Okay, next. Suchen Sie Anzeigen in Ihrer Sprache? Welche Wörter in der Anzeigen sind ähnlich wie im Deutschen oder in anderen Sprachen? Notieren Sie 5 Wörter und die Wörter in Ihrer Sprache. ഒന്നുമില്ല, അതിനകത്ത് നിങ്ങളുടെ ലാംഗ്വേജായിട്ട് സാമ്യമുള്ള വേർഡ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ലാംഗ്വേജിൽ അത് എന്താ? ഇയറെ സ്പ്രാഹെ. ഡോയിഷിൽ എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും സ്പ്രാഹെ? പ്രോബ്ലി ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് പറയുന്നത് എന്ന്. ഡോയിഷിൽ അതെങ്ങനെയാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ലാംഗ്വേജിൽ അതെങ്ങനെയാണ് പറയുന്നതെന്ന്. Artikel lernen. Arbeiten Sie mit dem Wörterbuch. Suchen Sie 5 Wörter im Wörterbuch. Wie heißt der Artikel? Wie heißt der Plural? ഏതെങ്കിലും ഒരു 5 വേർഡ്സ് അതിൻ്റെ ആ വോർട്ട് എഴുതുക, അതിൻ്റെ പ്ലൂറലും പഠിക്കുക. Der, die, das. Markieren Sie die Wörter in der passenden Farbe und ergänzen Sie den Artikel. Markieren Sie, mark ചെയ്യുക. Die Wörter, the words in the passenden Farbe. Passenden suitable. Passenden suitable. Farbe color. Und ergänzen Sie den Artikel. Substantiv und Artikel. Notieren Sie Substantiv und Artikel immer zusammen. Mit 3 Farben der, das und die. Der എന്താ? ബ്ലൗ. ഓക്കെ, പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഓരോ കളറിൽ എഴുതാൻ പറഞ്ഞേക്കാം. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ബ്ലൂ കളറ് അല്ലേ? ദറല്ല, ബ്ലൂ കളറ്. ആർസ്റ്റിൻ അല്ല, സ്റ്റഡ് ടാഗ് ദറാണ്. ദർ ടാഗാണ്. സ്റ്റുഡൻറ്റ് ദർ സ്റ്റുഡൻ്റാണ്. പിന്നെ ടെക്നിക്കർ ദർ ടെക്നിക്കർ. ദർ ബറൂഫാണ്. ദർ പ്ലാനാണ്. ദർ മൊണാട്ടാണ്. ദസ്സല്ലേ? ദസ് ഔട്ടോ ദസ്സാണ്. ബ്യൂറോ ദസ് ബ്യൂറോ ആണ്. യാറ് ദസ് യാറാണ്. ദി ഏഡ്സ്റ്റിൻ, ദി സ്റ്റേറ്റ്, ദി സ്റ്റുണ്ട്, ദി വോഹെ, ദി ഫാർക്കാർത്തെ, ദർബുസ്. Malen Sie die Wörter in der passenden Farbe. Buch, das Buch. Schiff, das Schiff. Der Turm. Der Mann. Die Straße. Arbeiten Sie mit den Lebenswirtschaftsseiten. Markieren Sie alle Substantiv mit Artikel in der passenden Farbe.
Arbeiten Sie so weit. Notieren Sie Substantiv aus Kapitel ein und 3 mit Artikel auf Kärtchen. Legen Sie die Kärtchen in die Mitte. Einer liest das Substantiv ohne Artikel. Die anderen nennen den Artikel. Wer sagt es zuerst richtig? Der bekommt die Karte, dann nimmt der Nächste eine Karte und liest vor. Markt der Markt ist richtig. ഓക്കെ. വേർഡ്സ് ഇങ്ങനെ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഒരെണ്ണം നോക്കുക, ഓരോ വാക്കുകൾ ചോദിക്കുക, അതിൻ്റെ ആർട്ടിക്കിൾ എന്താണെന്ന് പഠിക്കുക. ഇത് നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അസസിനേഷൻ പോലെ. ലേൺ വേർഡ് ഷാറ്റ്സ്. ഇത് വേർഡ് ഷാറ്റ്സിനകത്ത് ഇതിൻ്റെ മീനിങ്. ഓക്കെ. തേർഡ് ചാപ്റ്ററിൻ്റെ ആർബൈറ്റ്സ് ബുക്കിൻ്റെ ലാസ്റ്റ് നമുക്ക് ആ ചാപ്റ്ററിൽ നമ്മൾ ഗോ ത്രൂ ചെയ്ത വേർഡ് ഷാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. മിറ്റ് ഫെർക്കേസ് മിറ്റിൽ ഉണ്ടർവെക്സ്. ഫെർക്കേസ് മിറ്റിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ദർബുസ് ബസ്. ഫറാഡ് ബൈസൈക്കിൾ. ഫ്ലൂക്സോയിക് എയർപ്ലെയിൻ. പാസഞ്ചർ ഷിപ്പ്. എസ്ബാൻ സബ്വേ. അതൊരു എക്സ്പ്രസ് മെട്രോ അല്ലെങ്കിൽ ട്രെയിനാണ്, അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ്. സ്ട്രാസൻബാൻ ട്രാംസ്. സ്ട്രീറ്റിൽ കൂടെ പോകുന്ന ട്രെയിൻ. ടിക്കറ്റ്. പാർക്കാർട്ട് ട്രാവൽ ടിക്കറ്റ്. ഊബാനും അത് തന്നെ. ഇറ്റ്സ് ട്രെയിൻ, പക്ഷേ കണക്റ്റിംഗ് റീജിയണൽ പ്ലേസസ്, സിറ്റീസ്. അടുത്തടുത്തുള്ള റീജിയണൽ പ്ലേസസ് കണക്ട് ചെയ്യുന്ന ഊബാനും വലിയ വലിയ സിറ്റീസ് കണക്ട് ചെയ്യുന്ന എസ്ബാനുമാണ്. സുഖ് ട്രെയിൻ. സ്യൂഗെ ട്രെയിൻസ് പ്ലൂറൽ. പാരൻ ടു ഡ്രൈവ്. കൗഫൻ ടു ബൈ. സേൻ to see. Ale all. Alt old. Bright അല്ല, bright. Wide. Gross big. Hyoh high. Kurs short. Lange long. Modern. Schön, nice. Im Hamburg gibt es. Hamburg ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. In Hamburg there is, gibt es, there is. Das Rathaus ist 214 Jahre alt. That town hall is 240 years old. Orte in der Stadt. Bahnhof എന്താ? റെയിൽവേ സ്റ്റേഷൻ. ഫ്ലൂഹാഫൻ എന്താ? എയർപോർട്ട്. ഫ്ലുസ് റിവർ. ഗെഷേറ്റ് ഷോപ്പ്. ഹാഫൻ പോർട്ട്. ഹോട്ടൽ. കിർഹെ ചേർച്ച്. ഈ ജർമ്മൻ പഠിച്ചാൽ ഇംഗ്ലീഷ് മൊത്തം മറന്നു. ഈവൻ ദ സ്പെല്ലിംഗ്, എസ്പെഷ്യലി ദ സ്പെല്ലിംഗ്. മാർക്കറ്റ്.
Ort, place. Park, park. Rathaus, town hall. See, see. The start. City. The Straße, street. The terminal. Terminal, terminal. Turm. Der Turm, tower. Der Weg, വഴി, way. Unseen. Unseen. Unseen the view ആണെന്ന് തോന്നുന്നു. Unseen view. Besuchen, to visit. Orientierung in der Stadt. Der Meter. Meter. Der Plan. Planning. Fragen. To ask. Gehen. To go. Suchen. To search. Da. There. Dann. Then. Einfach. Easy. Geradeaus. Straight ahead. Links. Left. Rechts. Right. Können Sie mir bitte helfen? Can you please help me? Können Sie mir bitte helfen? Ich suche. I am looking for. എന്നൊക്കെ പറയാം. Veranstaltung. 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 Events. Events. Veranstaltung. Event. Event. Festival. Festival. Film. Film. Concert. Concert. Orchestra. Orchestra. Andere wichtige Wörter und Wendungen. Was ist Wendungen? Wendungen. Turnaround. അതല്ല വേറെന്ത് വാക്ക്? Phrases. Wendungen. Phrases. Der Besucher. The visitor. Der Test. Test. Ach so. I see. നമ്മളൊരു എക്സ്പ്രഷനായിട്ട് പറയാം. ഒരാളെന്തെങ്കിലും പറയുമ്പോൾ നമ്മളിങ്ങനെ ഓ ഐ സീ നമ്മൾ പറയില്ല. അതുപോലെ അഹ് സോ, അഹാ, ആഹാ ആഹാ തന്നെ. ആൾസോ സോ എന്ന്. ഹൊയ്റ്റെ. ടുഡേ. യെറ്റ്സ്റ്റ്. നൗ. schnell. fast. ഓ നീ. ഓ യേ. ഓ യെസ്. Hilfe. Hell. So ein Glück. So a luck. ഗ്ലുക്ക് എന്ന് പറഞ്ഞാൽ ലക്ക് എന്നാണ്. ഓ അത് ഭാഗ്യമായില്ലോ എന്ന് പറയാം. ചെക്ക് ചെയ്തേക്കാം. സച്ച് ലക്ക്. എന്തൊരു ഭാഗ്യ എന്നുള്ള അറിയില്ലേ. സച്ച് ലക്ക്. Wichtig für mich. Welche Verkehrsmittel benutzen Sie? Markieren Sie in der Liste. Haben Sie einen Plan für Ihre Stadt? Was gibt es dort?
വിഷ്ടിക് ഫ്യോർമിഹ് എന്ന് പറഞ്ഞാൽ വിഷ്ടിക് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. നമുക്ക് ഓരോരുത്തർക്കും വേറെ എന്തെങ്കിലും ഈ ചാപ്റ്ററിൽ പഠിച്ച ഏതെങ്കിലും വാക്കുകൾ വേണമെങ്കിൽ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആയത്. വെൽഹെ വിച്ച്, ഫെർക്കേസ് മിറ്റൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വണ്ടി, ബെനുസെൻസി എന്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ദർബുസ് അല്ലെങ്കിൽ ദർസുഗ്, അല്ലെങ്കിൽ ഇതുപോലെ ബസ്, ട്രെയിൻ, എന്താ പറയുക, ട്രാം, എസ്ബാൻ, ഊബാൻ, ഇതെല്ലാം യൂഫൻ ലിഹെ ഫെർക്കേസ്മിറ്റിലാണ് എന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്ത് ചോദിക്കണേ, വിച്ച് ട്രാൻസ്പോർട്ട് ഡു യു യൂസ്? ഇഹ് benutze mein Auto. മാർക്കേരൻ സീതി ലിസ്റ്റ്. എന്തൊക്കെ ഫെർക്കസ്മിറ്റിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പേരുകൾ എഴുതാൻ. ഓക്കെ. ദസ് ഔട്ടോ, ദർബുസ്, ഇതിൻ്റെ അല്ല കേട്ടോ, ഇത് ഇവർ പറയുന്നത് നമ്മുടെ സിറ്റിയുടെ ഒരു പ്ലാൻ വരയ്ക്കാനാണ്. ഞാൻ ഇതിൻ്റെ ഉത്തരമാണ് എഴുതുന്നത്. ദർബുസ്, ദർസുക്, ദാസ് ഫ്ലൂക്സോയിക്, ഫ്ലൈറ്റ് ഉപയോഗിക്കാറില്ല. പിന്നെ ഫാറാഡ് സൈക്കിള്, ദസ് ഫാറാഡ്, ദസ് ഷിപ്പ്. ഓക്കെ. Okay, this is all about this chapter. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ബുക്ക് നമ്മൾ ഫൈനലി സോൾവ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ട് ഓക്കെ, എക്സസൈസസ് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണിത്. ഇതോരോന്നും എന്താണെന്ന് പറയാം. ഇതൊരു ബാനോഫ് അല്ലേ, ഇത് ബാനോഫ്, ഇത് ഫ്ലൂ ഹാഫൻ, ഇത് റാറ്റൗസ്, ഇതെന്താണാവോ, ഇത് ചിലപ്പോൾ കിർഹയായിരിക്കും. ഇത് റാറ്റൗസ്, ഇത് കിർഹയാണ്, ഇത് ഹാഫനാണ്. ഇതിങ്ങനെ ഓരോന്ന് എഴുതുക, എന്തൊക്കെയാണെന്ന് പിക്ചർ നോക്കി എഴുതുക. ഇത് ഈ മാപ്പ് അനുസരിച്ച് ലിക്സും റെങ്സും കെറാഡസും പറയുക. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇസ് ദ സൈൻ മുസീം. ഓക്കെ, അതൊരു ചെറിയ ടെസ്റ്റ് പോലെയാണ്. ടു അസാസിനേറ്റ് ലൈക്ക് ഇഫ് യു ഹാവ് പ്രിപ്പയർഡ്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ട്. ഇതുവരെ പഠിച്ചതൊന്നും കൂടെ നിങ്ങളെന്തോരം പഠിച്ചൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. That's everything. If you have any doubts, you can comment in the comment section. പിന്നെ എന്തെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF വേണമെങ്കിലോ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഓഡിയോ വേണമെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാമർ പോർഷൻസ് എന്തെങ്കിലും വേണമെങ്കിലോ, you can even text me in the comment, or I can even provide you the email ID if you guys need any help. I think it's helpful. എനിവേ, എന്തായാലും ഞാൻ എൻ്റെ B2 എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. സോ ഞാൻ എന്തായാലും നെറ്റ്വർക്ക് മൊത്തം റെഫർ ചെയ്യും. അത് റെഫർ ചെയ്യുന്നത്, സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ഐ ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.